ഹലോ. കുറേ നാളുകൊണ്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന്. കുറേ നാളെന്ന് പറയുമ്പോൾ കോവിഡ് സമയം തൊട്ട് തുടങ്ങിയതാണ്. പക്ഷെ അന്നൊന്നും എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ ഇട്ടുകൂടാന്ന്. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ക്യാമറയും ഫോണുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ഞാനും വീഡിയോ ഇടാമെന്ന്. ഇതാണ് എൻ്റെ ഉമ്മി. രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്ന ഡ്രസ്സ് എടുക്കാനാണ്. ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണമാണ് 29-ാം തീയതി. അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു. നമ്മൾ മാത്രമുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഷോപ്പും കരുനാഗപ്പള്ളി വെഡ്സ് ഇന്ത്യയിലാണ്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്തരാം. എൻ്റെ പേര് സുൽഫത്ത്. എന്നെ എല്ലാവരും സ്നേഹത്തോടെ സുലു എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പഠിച്ചത് OTTക്കാണ്. പഠിച്ചിറങ്ങിയ സമയത്ത് എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നില്ല. എനിക്ക് 4 വയസ്സുള്ളൊരു മോനുണ്ട്. അങ്ങനെ നമ്മൾ വെഡ്സ് ഇന്ത്യയിലെത്തി. അകത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. കസ്റ്റമർ സർവീസ് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് പള്ളിയിലോട്ടാണ്. എപ്പോൾ കരുനാഗപ്പള്ളി വന്നാലും നമ്മൾ പള്ളി കയറാതെ പോകത്തില്ല. അങ്ങനെ ഇപ്പം നമ്മൾ പള്ളിയിലോട്ടാണ് പോകുന്നത്. തുടക്കക്കാണ്ട് വീഡിയോയ്ക്കകത്തുണ്ടാകുന്ന ഏതൊരു മിസ്റ്റേക്കും എൻ്റെ വീഡിയോയിലും കാണും കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ പള്ളിയിലെത്തി. കുറച്ച് നേരം പള്ളിയിലിരുന്നോളൂ കേട്ടോ. നമുക്ക് വേറെയും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നുള്ളൂ. ദുആയൊക്കെ ചെയ്ത് നമ്മളങ്ങ് ഇറങ്ങി. നമ്മളൊരു ഫാൻസി ഷോപ്പിൽ കയറിയായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കമ്മലും മാലയും പിൻട്രസ്റ്റി ടൈപ്പും ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്ന ഷോപ്പാണ്. ഇതിനകത്ത് സോഡ ഒഴിക്കത്തില്ല. വെള്ളത്തിനകത്ത് സർവത്ത് ഒഴിച്ച് നമുക്ക് തരാം. പക്ഷെ നല്ല അടിപൊളി കേട്ടോ. നല്ല സൂപ്പറാണ്. ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. അങ്ങനെ മൂങ്താലും മേടിച്ചു വന്നു. അങ്ങനെ നേരെ ഞങ്ങൾ അതും കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നപ്പോൾ ഇതെൻ്റെ ഒരു ബ്രദറാണേ. ഇവൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണം. അവനെല്ലാം ട്രോളൊന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരുക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞില്ല ഒരു പരിപാടി ഉണ്ടെന്ന്. ഉമ്മയുടെ അപ്പച്ചിയുടെ മോളുടെ പാലുകാച്ചാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, എൻ്റെ മോൻ ഐസു, മുഹമ്മദ് ഐസു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പ്രവാസത്തിൽ വീട്ടിലോട്ട് പോവാണ്. അവിടെ ചെന്ന് വീഡിയോ ഒന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഒരു ചെറിയ ക്ലിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടും അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞുമാമാർ. ഇവർ ഈ ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് ഭയങ്കര സംസാരം കേട്ടോ. ഇടയ്ക്ക് പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ വലിയ പട. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടാണ്. കുറച്ച് വർഷം ഞാൻ അവിടെ പോയിട്ട് അവിടെ ചെന്നപ്പോൾ അടിപൊളി. വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ നേരിട്ട് ചെല്ലുന്നത്. അടിപൊളി സംഭവം, സൂപ്പർ കേട്ടോ. അങ്ങനെ അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു. ഐസോനെ അതിനകത്ത് കയറ്റി അങ്ങനെ അവനെ അവിടെ കിടന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. അടിപൊളി. അവൻ ഒരുപാട് എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ പിന്നെ അതിനകത്ത് ഈ ഒരു പരിപാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ റോബോട്ടിനെ കണ്ടു. ഇതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. ഒരു ഫോർട്ട് കൊച്ചിയുടെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ റെസ്റ്റൊക്കെ എടുക്കാം. അടിപൊളി. അത് കഴിഞ്ഞ് ഇതൊന്നും ഒരു രക്ഷയില്ല. എല്ലാവരും പോയി കാണും. കാണാത്തവരെല്ലാം പോയി കാണും. കുട്ടികൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും. അതുപോലായിരുന്നു. അടിപൊളിയായിരുന്നു. ഇവൻ കണ്ട ആ റാബിറ്റിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ആൾക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാറി ഒരു ട്രെയിനിൽ കയറ്റി. അവനെ ട്രെയിൻ കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രെയിനിൽ കയറ്റി. അവനെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനും കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.